ശിവശങ്കർ സർ. വെറൈറ്റി IT ആണ് മെയിൻ. വെറൈറ്റി. അതുകൊണ്ട് എത്ര ഫേസ് ഉണ്ട്, എത്ര മുഖമുണ്ട്, ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് ജെന്റിൽമാൻ. ഹി മേ ബി എ സൂപ്പർ വില്ലൻ ടു. സൂപ്പർ ഹീറോ അല്ല, സൂപ്പർ വില്ലൻ. അങ്ങനെ വരുമ്പോ CM രവീന്ദ്രനോ ഓഫ് ഫിൽത്തി, നാസ്റ്റി ആൻഡ് ഡേർട്ടി. എല്ലാ പദ്ധതിയുടെയും മാസ്റ്റർ ബ്രെയിൻ, അല്ലെങ്കിൽ ഈ പദ്ധതി പറയുമ്പോൾ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ശിവശങ്കർ സാറാണ്. നമസ്കാരം. പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരൻ മാത്രമല്ല, ഡോളർ കടത്തുകാരനാണ്. അതേപോലെ എല്ലാ തരത്തിലും തട്ടിപ്പ് നടത്തുന്ന ഒരാളാണെന്നും പിണറായി വിജയന് വിദേശത്ത് 25,000 കോടിയിൽ മേലെ സമ്പാദ്യമുണ്ടെന്നും ആദ്യമായി വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിൽ ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. സ്വപ്ന സുരേഷ് പ്രമുഖരായ ആളുകളുടെ പേര് പറയാതിരിക്കാൻ വേണ്ടി 100 കോടി രൂപ വരെ ഓഫർ ചെയ്തിരുന്നു എന്നുള്ള വാർത്ത എനിക്ക് കസ്റ്റംസ് നിന്ന് കിട്ടിയിരുന്നു. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും 100 കോടി കൊടുക്കണമെങ്കിൽ അത്രയും സ്വപ്ന സുരേഷിൻ്റെ വില എന്താണ്, അവരെ കൈവശമുള്ള രേഖകൾ എന്താണ്, ഞെട്ടിക്കുന്ന തെളിവുകളാണ് അവരുടെ കൈവശമുള്ള. യൂസഫ് അലിയെക്കുറിച്ച്, പിണറായി വിജയനെക്കുറിച്ച്, മകളെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, മകനെക്കുറിച്ച്, അതേപോലെ രവീന്ദ്രനെക്കുറിച്ച്, ശിവശങ്കറിനെക്കുറിച്ച്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ അജിത് കുമാറിനെക്കുറിച്ച്, അങ്ങനെയുള്ള പ്രമുഖരായ ആളുകളെ എല്ലാം കുറിച്ച് നേരിട്ടറിയാൻ കാരണം ഈ കാര്യങ്ങൾക്കെല്ലാം വിദേശത്തുമായി ഇടപെട്ട് കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നടത്തി കൊടുക്കാൻ വേണ്ടി, മകൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിയമിക്കപ്പെട്ട ഒരാളാണ് സ്വപ്ന. ശിവശങ്കറാണ് അദ്ദേഹം. IAS ഉദ്യോഗസ്ഥനാണ് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമേ അവർക്ക് ജോലി എടുക്കാൻ പറ്റുള്ളൂ. എന്തിന് അവർക്ക് കിട്ടിയ 3 ലക്ഷത്തി ചില്ലാൻ രൂപയിൽ വെറും 1 ലക്ഷം രൂപ മാത്രമാണ് അവർക്ക് സാലറി കിട്ടിയിട്ടുള്ളത്. ബാക്കി നമ്മുടെ വീണ ജോർജ് തട്ടിയെടുക്കുകയാണ്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന സ്ഥാപനം വഴിയാണ് അവരെ നിയമിച്ചപ്പോൾ അവർക്ക് SSLC പോലും ഇല്ല. എന്നോട് നിയമിച്ചു ഗവൺമെൻറ്. അതാണ് ഏറ്റവും രസം. നിയമിച്ചിട്ട് 3.5 ലക്ഷം രൂപ സാലറി നിശ്ചയിച്ചപ്പോൾ ഇവർക്ക് കൊടുത്തത് 1,07,000 രൂപയാണ്. ബാക്കി പൈസ മുഴുവൻ വിദേശത്താണ് എത്തിയത്. അത് ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം ഷോൺ ജോർജ് നടത്തിയപ്പോൾ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിൽ നിന്നും പണം വന്നത് രേഖയുണ്ടെന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരുന്നു. പിണറായി വിജയനോ മകളോ മിണ്ടിയില്ല കാര്യത്തിൽ. അങ്ങനെയുള്ള സംഭവത്തിൽ സ്വപ്ന സുരേഷ് വളരെ ഗൗരവമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണോ ക്രൈം എന്താണോ മുമ്പ് പറഞ്ഞിട്ടുള്ളത് അതെല്ലാം സത്യമാണെന്ന് വിളിച്ചു പറയുകയാണ് സ്വപ്ന സുരേഷ്. DNA മലയാളം എന്ന് പറയുന്ന സുരേഷ് മാർക്കോപ്പോളയുടെ നേതൃത്വത്തിലുള്ള ചാനൽ, സുമേഷ് മാർക്കോപ്പോളയാണ് ഈ സ്വപ്നയെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ 6ാം ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പോലും എനിക്ക് ജീവിക്കാനുള്ള അനുവാദമില്ല. മിസ്റ്റർ യൂസഫ് അലി ഉണ്ടാകരുതെന്ന് ചീഫ് മിനിസ്റ്ററിനും ശിവശങ്കർ സാറിനും എല്ലാവർക്കും നിർബന്ധമായിരുന്നു. അതിന് പോലും മാഡം കമല പേഴ്സണലി പ്രിൻസസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷീ ഡിസഗ്രീഡ്. ഷീ സെഡ് ഷീ വിൽ നോട്ട് മീറ്റ് ദാറ്റ് വുമൺ. You can even think that they must have started their work for the visa, permanent residence visa. അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? 100%. ഉറപ്പാണോ? ഉറപ്പ്. ഞാൻ ഉറപ്പിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ബിക്കോസ് ഐ വാസ് എ പാർട്ട് ഓഫ് ശിവശങ്കർ സർ. വെറൈറ്റി. IT ആണ് മെയിൻ. വെറൈറ്റി. അതുകൊണ്ട് എത്ര ഫേസ് ഉണ്ട്, എത്ര മുഖമുണ്ട്, ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് ജെന്റിൽമാൻ. ഹി മേ ബി എ സൂപ്പർ വില്ലൻ ടു. സൂപ്പർ ഹീറോ അല്ല, സൂപ്പർ വില്ലൻ. അങ്ങനെ വരുമ്പോ CM രവീന്ദ്രനോ ഓഫ് ഫിൽത്തി, നാസ്റ്റി ആൻഡ് ഡേർട്ടി. Okay, of course, choosing a lawyer and all that may be personal preferences, but he's a government servant. അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഗവൺമെൻറ്. അദ്ദേഹത്തിന് ഈ ഒരു ലോയറേ ഉള്ളൂ, ഒരു സ്വപ്ന സുരേഷിന്റെ ലോയറേ ഉള്ളൂ എന്ന് സ്വപ്ന സുരേഷിന് ചിന്തിക്കാനുള്ള അധികാരം ഉണ്ടല്ലേ? തീർച്ചയായും. ആൻഡ് ഐ വാസ് റിയലി ഷോക്ക്ഡ്. കിഫ്ബിയിലുള്ള തിരിമറികളെല്ലാം അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ആസ് എ പേഴ്സൺ ഹി ഈസ് എ വെരി നൈസ് പേഴ്സൺ. പക്ഷെ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് മറ്റാരെങ്കിലും ഒരിക്കലും പിണറായി വിജയനാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. No. See, the operations are, it's a group activity. And main ആയിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണത് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളുമാണ്. പിന്നെ CM രവീന്ദ്രനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശിവശങ്കർ സാർ മെയിൻ ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നും പറയുന്നത് അദ്ദേഹം VRS എടുത്ത് ജനങ്ങളെ പറ്റിക്കുന്നതല്ലാതെ അദ്ദേഹം പൂർണ്ണമായി ഈ ലോബിയിൽ നിന്നും വിട്ടുപോയിട്ടില്ല. പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെടണം. പോകാൻ കഴിയില്ല. ബിക്കോസ് എല്ലാ പദ്ധതിയുടെയും മാസ്റ്റർ ബ്രെയിൻ, അല്ലെങ്കിൽ ഈ പദ്ധതി പറയുമ്പോൾ അതിനെ
ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ശിവശങ്കർ സാറാണ്. സോ ഇറ്റ്സ് നോട്ട് ഈസി ഫോർ ദം ടു ജസ്റ്റ് റിമൂവ് ഹിം ലൈക്ക് എ ട്രാഷ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഇതൊക്കെ അറിയാമോ? കാരണം അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാം. കുടുംബത്തിനെ കുറിച്ച് എനിക്ക് വലുതായിട്ട് അറിഞ്ഞൂടെ. ബിക്കോസ് എന്നോട് ശിവശങ്കർ സാർ പറഞ്ഞത് ഭാര്യയായിട്ട് ഒരു ബന്ധവുമില്ല, ഒരുമിച്ചൊരു വീട്ടിൽ കഴിയുന്നത് എന്നുള്ളതല്ലാതെ there is no relationship whatsoever. And some kind of normal father son relationship ആണ് അവരുടെ ഫാമിലിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം അദ്ദേഹം വീട്ടിൽ നിന്ന് മാറിയാണ് താമസിക്കുന്നത്. ഹെദർ ഹൈറ്റ്സിൽ റൂം ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഹി ഈസ് അറ്റാച്ച്. പിന്നെ എനിക്കറിയില്ല, ബിക്കോസ് ഞാൻ കണ്ടതും ഞാൻ മനസ്സിലാക്കിയ ശിവശങ്കർ സാറല്ല ഞാൻ അനുഭവിക്കുമ്പം ഞാൻ തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് എത്ര ഫേസ് ഉണ്ട്, എത്ര മുഖമുണ്ട്, ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ് ജെന്റിൽമാൻ. ഹി മേ ബി എ സൂപ്പർ വില്ലൻ ടു. സൂപ്പർ ഹീറോ അല്ല, സൂപ്പർ വില്ലൻ. അങ്ങനെ വരുമ്പോൾ CM രവീന്ദ്രനോ ഓഫ് ഫിൽത്തി, നാസ്റ്റി ആൻഡ് ഡേർട്ടി, വെരി ഡേർട്ടി. എന്തുകൊണ്ടാണ് അങ്ങനെ? ബിക്കോസ് അഡ്വാൻസസ് ചെയ്യുന്ന ഒരു വ്യക്തി അറ്റ് ദിസ് ഏജ്, ദാറ്റ് ഇസ് വെരി വെരി എന്തുവാ അൺഎത്തിക്കൽ, അൺപ്രൊഫഷണൽ. ആൻഡ് ഒരു എല്ലാവർക്കും ഇപ്പോൾ ഒരു സ്ത്രീയോട് അഡ്വാൻസസുമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ഏജ് വെച്ചിട്ട് നമ്മളൊരു മിനിമം സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കുമല്ലോ. ഒരു 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 അതൊരു വ്യക്തിയുടെ കൾച്ചറാണ്, അല്ലെങ്കിൽ അപ്ബ്രിങ്ങിങ് ആവാം, അല്ലെങ്കിൽ ഒരു ശരിക്കുമുള്ള ഒരു ആക്ച്വൽ ബിഹേവിയർ ഇറ്റ്സ് കമ്മിങ് ഫ്രം ദി ഇൻസൈഡ്. ആ ലെവലിൽ പോലും ഹീസ് എ ബിഗ് സീറോ. പക്ഷേ he is also ഡൊമസ്റ്റിക്, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണ്. ആ കുടുംബത്തിന്റെ എന്നുവെച്ചാൽ ആൾക്ക് അവിടെ എല്ലാ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കാനും എന്ത് വന്നാലും പ്രൊട്ടക്ഷൻ കിട്ടും. ബിക്കോസ് ഈ ശിവശങ്കർ സാർ പറഞ്ഞറിയാന്നുള്ളതാണ്, ULCC എന്നൊക്കെ പറഞ്ഞിട്ട് അവരെയൊക്കെ ഭരിക്കുന്നതും എല്ലാം ചെയ്യുന്നതും CM രവീന്ദ്രനാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ there is a group. It is not just അതിൽ KM ഇബ്രഹാം ഉണ്ടോ? കിഫ്ബിക്ക് വേണ്ടി പുള്ളിക്കാരൻ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. ആൻഡ് കിഫ്ബിയിലുള്ള തിരിമറികളെല്ലാം അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ആസ് എ പേഴ്സൺ ഹി ഈസ് എ വെരി നൈസ് പേഴ്സൺ, വെരി സോഫ്റ്റ് സ്പോക്കൺ, വെൽ ബിഹേവ്ഡ്. നമുക്കൊരു കുറ്റവും പറയാൻ പറ്റില്ല, നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥര് പലതും ചെയ്യേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചിലപ്പോൾ ഇതിലൊക്കെ പെട്ടിട്ടുണ്ടാവാം, എന്തെങ്കിലും അതും വെളിയിൽ വരും. അതായത് ഇത്രയും കേട്ടത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ മാഫിയ സംഘമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ക്രൈമാണ് ആദ്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നടക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന മാതിരിയല്ല. അന്താരാഷ്ട്ര ലെവലിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, അതേപോലെ കേരളത്തിലെ വൻ പദ്ധതികൾ കമ്മീഷൻ ഉറപ്പിക്കുക, സ്പ്രിംഗ്ലർ പോലെയുള്ള പരിപാടികൾ സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇവിടുത്തെ കേരളത്തിലെ രോഗികളായ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ഡാറ്റ കംപ്ലീറ്റ്, അവരുടെ നമ്പർ അടക്കം വിദേശത്തുള്ള സ്പ്രിംഗ്ലറിന് കൈമാറിയ സംഭവമാണ്. കോടിക്കണക്കിന് രൂപയ്ക്കാണ് കച്ചവടം നടത്തിയത്. അവർ കോടാനുകോടി രൂപയുണ്ടാകും. പല ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായി ധാരണയുണ്ടാക്കി ഇവിടെ ഇന്ന പേഷ്യൻസിന് ഇന്ന തരത്തിലുള്ള മരുന്ന് വേണം, ക്യാൻസർ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്, കിഡ്നി തകരാറ്, ലിവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ രോഗികളെ കൃത്യമായി കണക്കും കാര്യങ്ങളും രോഗികളുടെ പേരടക്കമാണ് സ്പ്രിംഗ്ലറിന് കിട്ടിയത്. അവർക്കിത് എളുപ്പമല്ലേ? ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടാണ് മകൾ നടത്തിയത്. ഇത്തരം കാര്യങ്ങളൊക്കെ ബ്രെയിൻ ഉപയോഗിച്ച്, മാസ്റ്റർ ബ്രെയിനായിട്ട് ഉപയോഗിച്ച് പ്രവർത്തിച്ചിട്ടുള്ളത് ശിവശങ്കറാണ്. പിണറായി വിജയൻ്റെ വാലാട്ടിയായി കാൽക്കീഴിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു ശിവശങ്കർ. അതേപോലെ രവീന്ദ്രനാഥ് എന്ന പക്ക ഒന്നിനും കൊള്ളാത്ത ഒരു മനുഷ്യനോട് വളരെ നാസ്റ്റിയായിട്ട് പെരുമാറുന്ന, സ്ത്രീകളെ കണ്ടാൽ അവിടെ തുണി കണ്ടാൽ അവിടെ താഴെ വീണ് കാല് പിടിക്കുന്ന ഒരു ആളാണ്. കാരണം രവീന്ദ്രൻ എന്നാണ് സ്വപ്ന പറഞ്ഞത്. നമുക്ക് കേൾക്കാം. അവരെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു, ഒരുപാട് രീതിയിൽ അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അവർ വീണില്ല. ഏതോ ഒരു FB പോസ്റ്റിന്റെ പേരിൽ കൃഷ്ണരാജനെതിരെ ഈ അജി കൃഷ്ണൻ സാറിനെതിരെ കേസെടുത്തതുപോലെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, ടു പുട്ട് ഹിം ബിഹൈൻഡ് ദ ബാർസ്. ബിക്കോസ് അതിന് മുന്നേ ഉള്ള ഈ ശിവശങ്കർ വക്കീലും കൃഷ്ണരാജ് വക്കീലിൻ്റെയും മുമ്പേ എനിക്ക് 2 ലോയേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയായിരിക്കും, ഒന്ന് ജോ പോൾ ആൻഡ് ഒന്ന് സൂരജ് എലിനിക്കൽ. ഇവർ രണ്ടുപേരും കോംപ്രമൈസ് ടോക്കാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ലോയറിനെ ഞാൻ കോർട്ടിൽ വെച്ച് കാണുമ്പോൾ
അത് ശിവശങ്കർ സാറിൻ്റെ കെയർ ഓഫിലാണ് കൊണ്ടുവന്നത്. അത് ജയശങ്കർ എന്ന് പറയുന്ന എൻ്റെ എക്സ് ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഞാൻ വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കുന്നത്. അദ്ദേഹം കോർട്ടിൽ വെച്ച് എന്നെ കാണുമ്പോൾ പറഞ്ഞത്, ഡൽഹിയിൽ നിന്നും നന്ദകുമാർ അസോസിയേറ്റ്സ് എല്ലാ ഫണ്ടിങ്ങും ചെയ്തോളാം, സ്വപ്ന സുരേഷിന് നന്ദകുമാർ അസോസിയേറ്റ്സ്, ഞാൻ കേട്ടത് കറക്റ്റായിട്ട് പറയാം, നന്ദകുമാർ അസോസിയേറ്റ്സ് എല്ലാ ഫണ്ടിങ്ങും എല്ലാം ചെയ്തോളാം, സ്വപ്ന സുരേഷിന് മിനിമം പണിഷ്മെന്റ് വാങ്ങിച്ചു കൊടുക്കുക, ആൻഡ് മേക്ക് ഷുവർ ഷീ ഡസ് നോട്ട് റിവീൽ എനിത്തിങ് ടു ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് അബൌട്ട് ശിവശങ്കർ സർ ഓർ എനി വൺ എൽസ്. ഇത് എൻ്റെ ലോയർ എന്നോട് വന്ന് പറയുമ്പോൾ ഐ വാസ് ഷോക്ക്ഡ്. ബിക്കോസ് എൻ്റെ മമ്മി ഫീസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇതാക്കി കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഹി ഫൈനലി കംസ് ആൻഡ് ടെൽസ് മീ. അപ്പം ഞാൻ കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലോട്ട് പോവുക. ആൻഡ് ഇമ്മീഡിയറ്റ്ലി അപ്പം എനിക്ക് എൻ്റെ മമ്മീൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും. മറ്റേ ജയിലിൽ വെച്ചൊന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഐ തിങ്ക് വി ആർ ഇൻ ദ റോങ് ട്രാക്ക്, വി ആർ ട്രാപ്ഡ് അഗൈൻ. He is saying like this, we are not here to get punishment, we are here to get bail. Unnecessarily ശിവശങ്കർ സാറിൻ്റെ ഇൻവിറ്റേഷൻ പ്രകാരം അല്ലെങ്കിൽ CMൻ്റെ ഓഫീസിൻ്റെ ഇൻവിറ്റേഷൻ പ്രകാരം ഗോൾഡ് സ്മഗ്ലിംഗ്, വർഷങ്ങളും സെഞ്ചുറീസ് ആയിട്ട് നടന്നു വരുന്ന ഗോൾഡ് സ്മഗ്ലിങ്ങിന് NIA കൊണ്ടുവന്ന് UAPA ചുമത്തി എന്നെ തീവ്രവാദ കുറ്റത്തിൽ അകത്താക്കിയിരിക്കുക. ആ കേസിൽ ശിവശങ്കർ സാർ പ്രതിയല്ല, ഞാനാണ് അവസാനത്തെ വ്യക്തി അതിൽ പ്രതിയായിട്ട്. വേറെ മേലിലോട്ട് ആരെയും പ്രതി ചേർത്തിട്ടില്ല. അപ്പോൾ ഐ ആം ലുക്കിംഗ് ഫോർ, ഞാൻ ചെയ്യാത്ത ഒഫൻസിന് ഞാൻ കിടപ്പുണ്ട്. ഇത് കൂടാതെ തീവ്രവാദം, വിച്ച് ഇസ് നോട്ട് എ സ്മോൾ തിങ്, ആ തീവ്രവാദ കുറ്റത്തിൽ എന്നെ അകത്താക്കുമ്പോൾ എൻ്റെ ലോയർ വന്ന് എൻ്റെ അടുത്ത് കോർട്ടിൽ വെച്ച് പറയാണ്, മിനിമം പണിഷ്മെന്റ്, വാട്ട് മിനിമം പണിഷ്മെന്റ് ഷുഡ് ഐ ടേക്ക് ഫോർ വാട്ട്? ഇഫ് ഐ ഹാവ് ടു get punishment, then everybody involved should get punishment, correct? That is where the first eye-opening happened. I'll tell you one more thing. Recently, ഇതെൻ്റെ വിഷയമല്ല, but I'm just telling you. ഇവിടെയാണ് നമ്മൾ അഡ്വക്കേറ്റ്മാരെ പറ്റി പഠിക്കേണ്ടത്. അവർ എറണാകുളത്ത് ഫസ്റ്റിൽ സൈൻ ചെയ്ത് കൊടുക്കുന്ന അഡ്വക്കേറ്റിന് ആരാണെന്ന് പോലും അവർക്കറിയില്ല. അവരെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അവരെ ADGP അജിത് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് സംവിധാനത്തോടെ എറണാകുളത്ത് എത്തിക്കുന്നു. അവിടെ നിന്ന് പോലീസ് സംവിധാനത്തോടെ കോയമ്പത്തൂർ എത്തിക്കുന്നു. ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണേ. ആ സമയത്ത് പോലീസ് സഹായമില്ലാതെ കടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ നിന്ന് ഒരു ഗുണ്ടാ സംഘത്തെ ഏൽപ്പിച്ചിട്ടാണ് ബാക്കി അവർ ബാംഗ്ലൂർ എത്തിച്ചത്. ഇതേപോലെ അഡ്വക്കേറ്റ്മാരെ സംബന്ധിച്ച് അന്ന് ഇവരെ ഏൽപ്പിച്ച അഡ്വക്കേറ്റാണ്. ആ അഡ്വക്കേറ്റാണ് നയതന്ത്ര ബാഗേജിലൂടെയുള്ള സ്വർണം തിരിച്ചയക്കേണ്ടത് MA യൂസഫ് അലി കെയർ ഓഫ് ഫഹദ് അഷറഫ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് കോടതിയിൽ ഹാജരാക്കിയത്. അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ഞങ്ങൾ ഹാജരാക്കിയത് പ്രകാരം അന്വേഷണം നടക്കണമെന്ന് പറഞ്ഞതിനാണ് എനിക്കെതിരെ യൂസഫ് അലി കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തോട് എന്ത് പറയാനാണ്? അദ്ദേഹത്തിന് പറയുകയാണ്, ഞങ്ങളോട് പറയുകയാണ് ഇതിൻ്റെ ശരിയല്ല, ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഞാൻ വാർത്ത പ്രസിദ്ധീകരിക്കും. പകരം എന്നെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി കേസ് കൊടുത്താലൊക്കെ ഞാൻ അതിനൊക്കെ വഴങ്ങുമോ? യൂസഫ് അലി അല്ല, ദൈവതമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കാനുള്ള കഴിവാണ് എൻ്റേത്. ആ കഴിവ് ഞാൻ അന്നു മുതൽ ഇന്ന് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു നഷ്ടവും ജീവിതത്തിലുണ്ടായില്ല. കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും, അതൊരു പ്രശ്നമേ അല്ല. സത്യം മാത്രമേ വിജയിക്കൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന സ്വപ്ന പറയുന്ന കാര്യങ്ങൾ. അതായത് അവരെ ആദ്യത്തെ 2 അഡ്വക്കേറ്റ്മാർ കൂടി ഇവരെ കേസ് അട്ടിമറിച്ച് മറ്റേ പ്രതികളോടൊപ്പം നിൽക്കാനുള്ള പരിപാടിയാണ് നടത്തിയത്. ഡൽഹിയിൽ നന്ദകുമാർ എന്ന് പറയുന്ന ആളാണ് ഈ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്നുകൂടി പറയുന്നുണ്ട്. നന്ദകുമാറാണ് ഇതിനുവേണ്ടി എല്ലാ പണവും ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറയുമ്പോൾ ഇതിൽ ആരുടെയൊക്കെ കൈകളാണ് അവിടെയുള്ളത്, ആ നന്ദകുമാർ അസോസിയേറ്റ്സ് ഉള്ളതെന്ന് നമ്മൾ ആലോചിക്കണം. ഏതോ ഒരു വലിയ ബിഗ് ഷോട്ടിൻ്റെ ആളാണ് ഡൽഹിയിൽ നിന്ന് അത് നിയന്ത്രിച്ചത് എന്നുള്ളത് വ്യക്തം. ഹേമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന് ഭയങ്കര വിവാദമൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ TV-യിൽ ഒരു അഭിഭാഷകൻ്റെ ഇൻ്റർവ്യൂ കണ്ടു. പ്രമുഖ നടൻ അല്ലെങ്കിൽ MLA lawyer. I was dumbstruck because he was my lawyer. I had to relinquish him. Okay, of course, choosing a lawyer and all that may be personal preferences, but he's a government servant. അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഗവൺമെൻറ്. അദ്ദേഹത്തിന് ഈ ഒരു ലോയറേ ഉള്ളൂ, ഒരു സ്വപ്ന സുരേഷിൻ്റെ ലോയറേ ഉള്ളൂ എന്ന് സ്വപ്ന സുരേഷിന് ചിന്തിക്കാനുള്ള അധികാരം ഉണ്ടല്ലേ? തീർച്ചയായും. And I was really shocked.
അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇഫ് ഐ ഡിഡ് നോട്ട് relinquish him then, ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ എവിടെ ചെന്നെന്ന് അവസാനിച്ചേനെ. തീവ്രവാദം ചുമത്തി എന്നെ ശിക്ഷിച്ച് എന്നെ ജയിലിലാക്കിയേനെ. അപ്പോൾ ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യം, ഇവരൊക്കെ ഇത്രയും റിസ്ക് എടുത്ത് സ്വപ്നയെ പല രീതിയിൽ കൊടുക്കാൻ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കൂടെ നിന്നവരാണ്, ഒരുപാട് സമ്പാദിക്കാൻ സഹായിച്ചവരാണ്, ഒരു പക്ഷേ ഒരു ഉപകരണമാക്കി, ഒരു ടൂളാക്കിയവരാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വിഹിതം തന്ന് ഞങ്ങൾക്കെതിരെ ശബ്ദിക്കരുത് എന്ന് പറയാമായിരുന്നില്ലേ? സി, ഞാൻ പൈസയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഇന്ന് പൈസ ഉണ്ടാക്കിയിട്ട് ഞാൻ ജയിലിൽ പോയിട്ട് തിരിച്ചു വന്ന് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഈ കോൺട്രവേഴ്സീസോ ഈ റിയാക്ഷൻസോ ഒന്നുമില്ലാതെ മര്യാദയ്ക്ക് എന്തെങ്കിലും ചെയ്ത് എൻ്റെ മകനെ നോക്കി ജീവിച്ചേനെ. ഞാൻ പൈസ എന്ന മോട്ടീവ് അല്ല, ഇതെല്ലാം ഞാൻ ചെയ്തത് ഒരാൾ പറയണത് കേട്ടുകൊണ്ടാണ്. ആരാണ്? ഐ വോണ്ട് ഗെറ്റ് ക്യാരിഡ് ബൈ ദ ചീഫ് മിനിസ്റ്റർ ഓർ എനിത്തിങ്. ഐ ഡോണ്ട് കെയർ. ഐ എം നോട്ട് ഇൻ ടു പൊളിറ്റിക്സ്. I don't have anything to do with all those things. I'm not into any powerful position. But I believed one man, that is Shiv Shankar sir. And when he wrote a book against me, I broke the ties. I mean, I opened up. അതല്ലാതെ പിന്നെ പൈസ തന്ന് ഒരു രീതിയിലും ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറാവേയില്ല. അത് മരണം വരെ. ബിക്കോസ് എനിക്ക് ക്രെഡിബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ ക്രെഡിബിലിറ്റിയാണ്. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ പോലും എനിക്ക് ജീവിക്കാനുള്ള അനുവാദമില്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാം പൊതുപ്രവർത്തകർ, സ്ത്രീകൾ, ഞാൻ എനിക്കെതിരെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും കോലം കത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ 3-4 വ്യക്തികളെ കുറിച്ച് അവർ ചെയ്ത അഡ്വാൻസസ് വിത്ത് പ്രൂഫ് ഞാൻ പറഞ്ഞപ്പോൾ there were all these people. You understood? So നിയമം, നമ്മൾ ആ സിസ്റ്റമിനെതിരെ പ്രവർത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ സെറ്റിൽമെന്റ് അല്ല, എലിമിനേഷൻ മാത്രമേ ശ്രമിക്കുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അതെ. എപ്പോഴെങ്കിലും ഇതിന് ഈ അനുകൂല, അതായത് കൂടെ നിൽക്കാം എന്നുള്ള വാഗ്ദാനവുമായി ഈ CPM നേതാക്കളിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? കാരണം CPM ഇപ്പോൾ വിഭാഗീയത പോവുകയാണ്. EP ജയരാജനെ പുറത്താക്കി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മുതിർന്ന നേതാക്കളൊക്കെ, അന്ന് കോടിയേരി ബാലകൃഷ്ണനൊക്കെ ജീവിച്ചിരുന്നു അല്ലേ? അപ്പോൾ ആ നേതാക്കൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടോ എതിർത്തുകൊണ്ടോ? സി, മുഖ്യമന്ത്രിക്കെതിരെ ആർക്കും പ്രവർത്തിക്കാനുള്ള ധൈര്യമില്ല. എന്തുകൊണ്ടാണത്? I don't know. I think he has got everything under the sky. മനുഷ്യന് വേണ്ടത് പവറും പണവുമാണ്. ഇത് രണ്ടും ഉള്ളപ്പോൾ he can do anything. He can do wonders in the world. ഇല്ലേ? He doesn't give respect to anyone. എന്തിനാണ് ഒരു സ്വപ്ന സുരേഷിനെ കുറിച്ചോ ഒരു കൃഷ്ണരാജിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറൊരു സാധാരണ വ്യക്തിയെ കുറിച്ച് നമ്മൾ സംസാരിക്കണേ? EP ജയരാജൻ ആരായിരുന്നു? He was like a shadow, obeying and performing according to his requirements. അദ്ദേഹത്തിനെ പുറത്താക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊക്കെ we are not even an ant.